ഇന്നൊരു അടിപൊളി റൈസിൻ്റെ റെസിപ്പി ആട്ടോ കാണിക്കാൻ പോകുന്നത്. ഇത് നമുക്ക് സ്കൂളിലേക്ക് കുട്ടികൾക്ക് കൊടുത്തു വിടാനൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഈ ഒരു റൈസിന്. അപ്പോൾ ഇത് നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് മധുഹൂത്താണ്, അതും കുക്കറിൽ. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കുകയും ചെയ്യാം. ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ട് കുക്കാവുകയും ചെയ്യും കേട്ടോ. ഞാൻ ഇവിടെ 3 കപ്പ് ഗോൾഡൻ ബസ്മതി റൈസ് ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം അരമണിക്കൂർ സോക്ക് ചെയ്യാൻ മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു മസാലക്കൂട്ട് റെഡിയാക്കി എടുക്കണം. 1 ടേബിൾ സ്പൂണ് മല്ലിയും, 1 ടീസ്പൂണ് ചെറിയ ജീരകം, 1 ടീസ്പൂണ് കുരുമുളക്, ഒരു 6 ഏലക്ക, 6 ഗ്രാമ്പു, ഒരു വലിയ പീസ് പട്ട, ഒരു വലുതാണെന്നുണ്ടെങ്കിൽ ബേ ലീവ്സ് 1, ചെറുതാണെങ്കിൽ 2 എണ്ണം എടുത്തോളൂ കേട്ടോ. അത് ഞാൻ ഇതുപോലെ ഒന്ന് വലുതായതുകൊണ്ട് 1 എടുത്തിട്ടുള്ളൂ. അത് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. ഒരുപാട് അങ്ങ് വേണ്ട, ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. നമുക്കിത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചൂടായ പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടുമല്ലോ. അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് മിക്സിയുടെ ചെറിയ ജാലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ചൂടാറിന് ശേഷം ഞാൻ പൊടിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വലിയൊരു 3 തക്കാളി, 1 സവാള എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്ത് മാറ്റി വെക്കണേ. ഇതൊക്കെ നമുക്ക് ലാസ്റ്റ് ചേർക്കാനുള്ളതാണ്. ഇനി ഒരു കുക്കർ എടുക്കാം. ഞാൻ 5 ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഏലക്ക, ഗ്രാമ്പു ഒക്കെ ഒരു 4-5 വീതം, അതും ചെറിയ പീസ് പട്ടയും, ഒരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകവും ചേർത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ചൂടായി പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 10 പച്ചമുളകും, അതേപോലെ തന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി, ക്യാപ്സിക്കം നിർബന്ധമില്ല കേട്ടോ, ഓപ്ഷണലാണ്, അതിൻ്റെ ഒരു പകുതിയും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ആ തക്കാളിയും വലിയുള്ളിയും കൂടെ അരച്ചെടുത്ത പേസ്റ്റ് ഉണ്ടല്ലോ, അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുവോളം വേവിച്ചെടുക്കണം. 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ചിക്കൻ മാഗി ക്യൂബാണ് കേട്ടോ. അത് 2 എണ്ണം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ പൊടിച്ചിട്ട് 2 എണ്ണമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ആദ്യം പൊടിച്ച് വെച്ചിട്ടുള്ള മസാലക്കൂട്ടില്ലേ, അതും മുഴുവനായിട്ട് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കറക്റ്റായിട്ടാട്ടോ ഞാനത് പൊടിച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 കപ്പ് അരിയിലേക്ക് 1 കിലോ ചിക്കനാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കിലോ ചിക്കൻ നന്നായിട്ട് വാഷ് ചെയ്ത് വെള്ളമൊക്കെ വാർന്നതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇത് നമുക്ക് നന്നായിട്ട് ആ ഒരു പിങ്ക് കളർ പോയി വൈറ്റ് കളറാവുമല്ലോ, അതുവരെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി വെള്ളമൊക്കെ ചേർത്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ അത് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കണം. ഈ സമയം നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം തിളപ്പിക്കാൻ വെക്കണേ. അപ്പോൾ 1 കപ്പ് അരിയിലേക്ക് 1.5 കപ്പ് എന്നുള്ള രീതിയിലാട്ടോ ഞാൻ വെള്ളം ഇതിലേക്ക് ചേർക്കുന്നത്. പിന്നെ കുക്കറിലും അല്ലേ, അത്രയും മതി. അതിലേറെ കൂടുതൽ വെള്ളം വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ടുള്ള ഈ ഒരു അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ചിക്കനും അരിയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം ഒരുമിച്ച് വരുന്ന രീതിയിൽ. എന്നിട്ട് നമുക്ക് ആ നല്ല തിളച്ച വെള്ളം വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇങ്ങനെ ചെയ്തതിന് ശേഷം നോർമൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ അരി അങ്ങ് കുതിർന്ന് നമുക്ക് കറക്റ്റ് ഇതിൽ കിട്ടില്ല. അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ഒരു സീൻ വിട്ടുപോയതാണ് കേട്ടോ. അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പൊന്ന് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് കുറച്ച് കുറവാന്ന് തോന്നിയപ്പോൾ കുറച്ചുകൂടെ ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല തിളച്ച വെള്ളം ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത ഉടനെ അത് തിളച്ച് വരും കേട്ടോ. അപ്പോൾ അത് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ അത്രയും മതി കേട്ടോ. കൂടുതൽ വെന്ത് കിട്ടൂലേ എന്നൊക്കെ പേടിയുണ്ടാവും, ചിക്കൻ വേവൂലേ എന്നൊക്കെ പേടിയുണ്ടാവും. അതൊന്നും പേടിക്കേണ്ട. ഇങ്ങനെ ചെയ്താൽ കറക്റ്റായിട്ട് നല്ല ജ്യൂസി ആയിട്ട് ചിക്കനും കിട്ടും. എന്നിട്ട് കംപ്ലീറ്റ് പ്രഷർ പോയതിന് ശേഷം വേണം കേട്ടോ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനത് ആ പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയതിന് ശേഷം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കൊരു തട്ടിലേക്ക് അങ്ങ് കൊട്ടാം. ഇങ്ങനെ കൊട്ടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവൂലേ. അപ്പം ഇങ്ങനെ കൊട്ടിയിട്ട് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്ക് സ്കൂളിലേക്ക് പെട്ടെന്നൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടല്ലോ. ഇതിലുള്ള റൈസ് ആയാലും ചിക്കൻ ആയാലും എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുക്കായിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുക്കറിൽ വെച്ചാൽ തന്നെ പ്രത്യേക ഒരു സോഫ്റ്റ്നെസ് കിട്ടുമല്ലോ എല്ലാത്തിനും. അപ്പോൾ അതേപോലെ നല്ല സോഫ്റ്റാണ്. ഇതുവരെ മധുഹൂത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ല. ഇഷ്ടമായാൽ പേജ് ഫോളോ ചെയ്യാനും മറക്കല്ല കേട്ടോ. ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്